റിപ്പോർട്ടർ ബ്രേക്കിംഗ്. അമ്പലപ്പുഴയിൽ എച്ച് സലാം തന്നെ CPM സ്ഥാനാർത്ഥി. സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് തീരുമാനം. പ്രാദേശിക എതിർപ്പുയർന്ന സ്ഥാനാർത്ഥികളെ ആരെയും മാറ്റില്ല എന്നും തീരുമാനം. പൊന്നാനിയിൽ MK സക്കീറും തൃപ്പൂണിത്തുറയിൽ KN ഉണ്ണികൃഷ്ണനും മത്സരിക്കും. AM ആരിഫിന്റെ കാര്യത്തിൽ വീണ്ടും ചർച്ച നടക്കും. G സുധാകരനെ അവഗണിക്കാനും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനം. സുധാകരൻ മത്സരിച്ചാലും ഭീഷണിയില്ല എന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. റഹീസ് റഷീദ് വിവരങ്ങളുമായി ചേരുകയാണ്. റഹീസ്, G സുധാകരൻ വേഴ്സസ് എച്ച് സലാം. മധു, അക്കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നു. പ്രാദേശിക എതിർപ്പ് ഉയർന്ന ഒരു സ്ഥാനാർത്ഥികളെയും മാറ്റണ്ട. പൊന്നാനിയിൽ MK സക്കീർ, തളിപ്പറമ്പിൽ PK ശ്യാമള, തൃപ്പൂണിത്തുറയിൽ KN ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള ആർക്കും മാറ്റമില്ല. എച്ച് സലാമിനെ മാറ്റുമോ എന്നത് ഒരു ആകാംക്ഷയുണ്ടായിരുന്നു. ഇല്ല എന്ന് നേതൃത്വം പറഞ്ഞെങ്കിലും അവിടെ G സുധാകരൻ മത്സരിക്കുമ്പോൾ എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് നോക്കി. പക്ഷേ ഒരു മാറ്റവുമില്ല. അവിടെ നേരത്തെ തീരുമാനിച്ച എച്ച് സലാം തന്നെ മത്സരിക്കും. ആലുവയിൽ AM ആരിഫിന്റെ പേര് സജീവമായി പരിഗണിച്ചിരുന്നു. ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിക്കുമെന്നാണ് കരുതിയത്. പക്ഷേ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ജില്ലാ സെക്രട്ടേറിയറ്റിനോട് ഒരു തവണ കൂടി ആ വിഷയം ചർച്ച ചെയ്യാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ആരിഫ് തന്നെ വരികയാണെങ്കിൽ പോലും ജില്ലാ സെക്രട്ടേറിയറ്റ് ഒരു തീരുമാനമെടുത്ത് അറിയിക്കാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറഞ്ഞു. സ്വാഭാവികമായും അതിൽ എന്തെങ്കിലും ഒരു കാരണമുള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു നിർദ്ദേശം നൽകുന്നത്. കാരണം ജില്ലാ സെക്രട്ടേറിയറ്റാണ് ആരിഫിന്റെ പേര് ആദ്യം പറഞ്ഞത്. കൊണ്ടോട്ടിയിൽ മുൻ ഏരിയ സെക്രട്ടറി പ്രമോദ് ദാസ് മത്സരിക്കും. വണ്ടൂരിൽ ദാമോദരൻ വെങ്ങാടാണ് മത്സരിക്കുക. ഒപ്പം മങ്കടയിൽ മുസ്ലിം ലീഗിന്റെ മണ്ഡലം പ്രസിഡന്റ് കുന്നത്ത് മുഹമ്മദ് തന്നെ മത്സരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. പെരിന്തൽമണ്ണയിൽ ഹനീഫ പുന അമന്തൂളിന്റെ പേരാണ് സജീവമായി ചർച്ച ചെയ്തത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, G സുധാകരനെ പ്രകോപിപ്പിക്കേണ്ട, അവഗണിച്ച് അതിനെ ഒഴിവാക്കുക എന്ന ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. G സുധാകരന് അവിടെ വിജയിക്കാൻ കഴിയുന്ന വോട്ട് കിട്ടില്ല. എച്ച് സലാമിന് വിജയിക്കാൻ കഴിയും എന്നൊരു വിലയിരുത്തൽ കൂടി സംസ്ഥാന വിവരങ്ങൾ നൽകിയത്.